പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ് ചെയ്യാത്തവരെ, വിസ നഷ്ടപ്പെട്ടവരെ, വിസ തീർന്നു പോയവരെ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവർ, ഇടയ്ക്ക് വെച്ച് ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നവർ, പെൻഡിങ് ആയിരിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, ഒത്തുവന്ന വിവാഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന ഉള്ളവർ, മക്കളില്ലാത്തവർ, മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതും അതേസമയം തന്നെ
എന്തെങ്കിലും മെഡിക്കലായിട്ടുള്ള കുഴപ്പങ്ങളുണ്ടെന്ന് വേദനിച്ചിരിക്കുന്നവർ അവരെല്ലാം അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ നാമത്തെ ആശ്രയിക്കുന്നു. ഭവനരഹിതർ, വീടില്ലാത്തൊരു, സ്ഥലമില്ലാത്തൊരു, വഴിയില്ലാത്തൊരു വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ, എടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവിടെ നിലവിലുള്ള ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. വിവാഹം ഒത്തുവരാൻ പോകുന്നു, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള പണമില്ല, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള, വിവാഹം നടത്താനാണില്ല, അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ഉള്ളവർ തന്നെ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒറ്റപ്പെട്ടു പോണ ജന്മങ്ങൾ, മാതാവേ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അമ്മ ഈസ്റ്റർ കഴിയുമ്പോൾ അത് നടത്തി കൊടുക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ വെള്ളമില്ലാത്തവർ, ഒത്തിരിയേറെ കുഴൽക്കിണർ കുത്തിയിട്ടും ഒത്തിരി ആഴത്തിൽ കുത്തിയിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും വെള്ളം കാണാത്തവർ, ആ സ്ഥലം വിൽക്കാൻ പറ്റണില്ല, അവിടെ ജീവിക്കാൻ പറ്റാത്ത വിഷയത്തിലുള്ള എല്ലാ മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. വീട് പണി തുടങ്ങാൻ പോകുന്നവർ, വീട് പൂർത്തിയാക്കാൻ പോകുന്നവർ, വീട് പരവാസത്തിൽ ആചരിക്കാൻ പോകുന്നവർ, അതിന് സാമ്പത്തിക കടങ്ങളുള്ളവർ, ലോൺ പാസ്സാകാത്തവർ, ലോൺ പ്രോസസ്സിലിരിക്കുന്നവർ, സിവിൽ നോട്ട് കുറവുള്ളവർ, പോയിൻ്റ് കുറവുള്ളവർ, ആ മേഖലകളിലെല്ലാം കർത്താവ് അവിടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ വിഷയത്തിൽ ദൈവ തീരുമാനം ഉണ്ടാകാൻ ഇടയാക്കണമേ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഏതെല്ലാം വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ മക്കളതെല്ലാം മനസ്സിൽ ഓർക്കുന്ന ഈ സമയത്ത് ഞാൻ അതിനെക്കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്നലെ കണ്ടത് ദൈവം ഭാവി കാലത്തെ എങ്ങനെ നമ്മുടെ ഭാവി കാലത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അതാണ് ഹവയോട് ചോദിച്ചത്, നീ എന്താണ് ചെയ്തത്? പക്ഷെ ദൈവം ഉദ്ദേശിച്ച അവളെ അനുദപിക്കുമെന്ന് ഓർത്തിട്ടാണ് അങ്ങനെയുള്ള ഒരു ചോദ്യത്തിൻ്റെ ചാൻസ് കൊടുക്കുന്നത്. അനുദപിക്കാൻ അവസരമാണതേ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ആ വഴിക്ക് പരിശുദ്ധാത്മാവില്ലാഞ്ഞ കാരണം അത് മനസ്സിലായില്ല. അനുദപിക്കാൻ അവസരം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ വരുമെന്നൊക്കെ അറിയാൻ പറ്റത്തില്ല. ഹെബ്രായർ 12:17 പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. അനുദപിക്കാൻ ദൈവം ഇങ്ങനെ അവസരം കൊടുക്കും, പക്ഷെ മനസ്സിലാകത്തില്ല ചിലർക്ക്. അതാണ് വിഷയം. ഇപ്പം നമ്മുടെ മുതിർന്നവർ, നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായി നമ്മൾ ചെയ്തു. അപ്പോൾ ചിലപ്പോൾ അപ്പൻ ചോദിക്കും, അമ്മ ചോദിക്കും, അല്ലെങ്കിൽ ഭാര്യ ചോദിക്കും, നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് അവർ ചോദിക്കണത്. എനിക്ക് വേറെ പടിയൊന്നുമില്ല അതിനൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവം ചോദിച്ച് അനുദപിക്കാനുള്ള അവസരത്തെ, നമ്മുടെ തെറ്റുകളെ നീതീകരിക്കാൻ വേണ്ടി നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്യും. അതുതന്നെയാണ് കായനും ചെയ്തത്. എന്താണ്? ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? പക്ഷേ അനുദപിക്കാൻ വേറെ ഒരാളിനൊരു അവസരം കൊടുത്ത് അയാളോടും ചോദിച്ചു. അയാൾ യൂറിയായെ കൊന്നു, അയാളുടെ ഭാര്യയെ സ്വന്തമാക്കി. അയാൾ അന്നത്തെ ഗതികെട്ട ജീവിതം കൊണ്ടാണ്. അയാളുടെ വൈഫൊക്കെ അയാളെ എതിർപ്പായിരുന്നു അയാളോട്, ദാവീദിനോട്. അയാൾ ഇസ്രായേലിന് വേണ്ടിയും ജീവമരണം വെച്ച് കർത്താവിൻ്റെ ഓഹരിയായ ഇസ്രായേലിന് വേണ്ടി നിലനിന്നതാണ്. കുടുംബത്തിൽ ഒരു സമാധാനം കിട്ടാത്ത ഒരു മനുഷ്യനാണ് അയാൾ. അപ്പോൾ പലതുകൊണ്ടും അവഗണന, മോസസിനെ ഉണ്ടായിരുന്ന പോലുള്ള അവഗണന ഇയാൾക്കുണ്ടായിരുന്നു, ദാവീദിനുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് മുന്നിൽ കുറേ അബദ്ധങ്ങൾ സംഭവിച്ചു. അതിൻ്റെ പേരിൽ നമ്മൾ ഓർക്കണം, എപ്പോഴും നമ്മൾ ഈ അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത്, അവഗണന വരുമ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കും. അത് മറന്നു പോകരുത്. നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും അബദ്ധങ്ങൾ സംഭവിക്കും. ദാവീദിന് അങ്ങനെ അവഗണന വന്നതാണ്. സ്വന്തം വൈഫിൽ നിന്നൊക്കെ കളിയാക്കുമായിരുന്നു. നീ രാജാവാണോ, തുണിയില്ലാതെ മറ്റു പെണ്ണുങ്ങളുടെ കൂടെ നൃത്തം ചെയ്യണം, നാളെ അതൊക്കെ അവർ ചോദിക്കുക ഇയാളോട്. ഇയാൾക്ക് ഒരു അംഗീകാരം കിട്ടിയില്ല. അപ്പോൾ ഇയാൾ ബത്ശേബയെ കണ്ടപ്പോൾ അങ്ങനെ ഒരു ആകർഷണമായി. പിന്നെ അതെല്ലാം അബദ്ധമായിപ്പോയി. അബദ്ധങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ദൈവം ഇയാളോട് ചോദിക്കും, നീ എന്താണ് ചെയ്തത്? ആ ചോദ്യം തന്നെയാണ് കായനോടും ആ ചോദ്യം തന്നെ ഹവ്വായോടും ചോദിച്ചത്. പക്ഷെ ഇവനോട് ചോദിക്കുമ്പോൾ ഉത്തരം വ്യത്യസ്തമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് 2 സാമുവേൽ 12:9 എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എന്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു. അപ്പൊ ദൈവം ചോദിക്കുകയാണ്, നാഥാനിലൂടെയാണെന്നേ ഉള്ളു, എന്തുകൊണ്ട് നീ എൻ്റെ വചനം അനുസരിക്കാതെ ഈ തിന്മ ചെയ്തു എന്ന് ദൈവം ചോദിക്കുകയാണ്.
പക്ഷെ ആ പാവപ്പെട്ടവന്റെ ഉത്തരം കേട്ടെ, 2 സാമുവേൽ 12:13. അത് അവ്വയുടെ ഉത്തരമല്ല, അത് കായന്റെ ഉത്തരമല്ല. അതാണ് ദാവീദ് എന്ന് പറയണത്. അവന് അനുദപിക്കാനുള്ള അവസരമാണെന്ന് മനസ്സിലായി. ആ ചോദ്യം, നീ എന്തുകൊണ്ട്, എന്താ ചോദ്യം എന്താണ്? എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എന്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു. അപ്പൊ ആ ഒരു ചോദ്യത്തിന് അനുദപിക്കാനുള്ള അവസരമാണെന്ന് ദാവീദിന് പറഞ്ഞു കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. അതാണ് ഈ ഹവ്വായും ദാവീദും തമ്മിലുള്ള വ്യത്യാസം. ഇവൻ തെറ്റ് ചെയ്തെങ്കിലും പരിശുദ്ധാത്മാവ് ഇവനെ അബാൻഡൻ ചെയ്യുന്നില്ല. കാര്യം, നമുക്ക് 8855 വാഗ്ദാനങ്ങളിലുള്ളതിൽ ഒരു വാഗ്ദാനം ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ് എന്നുള്ളതാണ്. അത് വാഗ്ദാനമാണ്. ഒരു കാരണവശാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ളതാണ്. അപ്പം ആ ഒരു പ്രൊവിഷനിൽ പരിശുദ്ധാത്മാവ് പിടിച്ചു നിൽക്കുകയും ഇവനെ ലെഫ്റ്റ് ഓർഫൺ ആക്കണില്ല. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എൻ്റെ ദൈവം ചോദിക്കുമ്പോൾ ദൈവം ഇങ്ങനെ ചങ്ക തകർന്ന് ചോദിക്കണാണ്, എന്താണ് നീ എന്നെ അനുസരിക്കാഞ്ഞത്? ലോകത്തെല്ലാവരും എന്നെ നിരാകരിച്ചാലും നീ എന്നെ നിരാകരിക്കത്തില്ലെന്നാണ് ഞാൻ കരുതിയത്. എന്തുകൊണ്ട് നിനക്കെന്ത് പറ്റിയെന്ന് ചോദിക്കും. അപ്പം ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്, അത് ഇങ്ങനെ കായം പറഞ്ഞ വാക്കല്ല. ഞാനാണ് സഹോദരൻ്റെ കാവൽക്കാരൻ. ഹവ്വ ചോദിച്ചില്ലേ, സർപ്പവനെ വഞ്ചിച്ചു. അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും ദാവീദിൽ, അത് പ്ലെയിനായിട്ട് ഫ്ലാറ്റായിട്ട് അത് പറയും. എന്താ ദാവീദ് പറഞ്ഞെന്ന് വെച്ചേ, 2 സാമുവേൽ 12:13. ഞാൻ കർത്താവിനെതിരായി ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു. ദാവീദ് പറഞ്ഞു. നാഥാൻ പറഞ്ഞു, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. അതാണ് സംഭവം. ആ വിഷയം കർത്താവിന് കായനോടും പറയാമായിരുന്നു, ഹവ്വായോടും പറയാമായിരുന്നു. കാര്യം ദൈവത്തിന് ഒറ്റ വാക്കിൽ തീരാനുണ്ടായിരുന്നുള്ള വിഷയങ്ങളെല്ലാം. ഇവർ രണ്ട് കക്ഷികളും അനുതാപമില്ലാതെ സ്വയം നീതീകരിച്ചു. ഇവനോട് അവർ ക്ഷമ തൽക്ഷണം കിട്ടി. കണ്ടില്ലേ എന്താ കാര്യം? ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. അതാണ് ഞാൻ ദാവീദ് പറഞ്ഞു. കർത്താവിനെതിരായി പാപം അംഗീകരിച്ച സംഭവം അത് വല്ലാത്ത നീ. നമുക്ക് അനുതാപം എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ ഭാഗം അംഗീകരിക്കലാണ്. അബദ്ധം പറ്റിയത് അംഗീകരിക്കുക. അപ്പോൾ ഇത് എപ്പോഴും നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇടപെടലിനെ, ദൈവതിരുസന്നിധി നിലനിൽക്കാനുള്ള ഒരു മാർഗം അത് നമ്മൾ അംഗീകരിക്കുന്നതാണ്. അംഗീകരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മരണം വരെ അതിനെക്കുറിച്ച് ഒരു ഓർമ്മയുണ്ടാകണം. നിങ്ങളിന്ന് ഭാവിയിൽ എത്ര കേമന്മാരായാലും, എൻ്റെ ഒരു കഴിഞ്ഞ കാലം എനിക്കുണ്ടായിരുന്നു, കർത്താവിനെ കൈവിട്ട കാലം. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും ദുഃഖം ഉണ്ടാകണം. അത് നമ്മളെ വല്ലാത്ത രീതിയിൽ ആത്മാവിൽ വളർത്തും. ദാവീദ് എന്നെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നതാണ് ദാവീദും കായേനും ദാവീദും ഹവ്വായും തമ്മിലുള്ള ഒരു വ്യത്യാസം. ദാവീദോട് പരിശുദ്ധാത്മാവ് പറയും, നീ അപ്പായോട് പ്രാർത്ഥിക്കേണ്ടത് എന്നെ എടുത്ത് കളയരുത് എന്നാണ്. അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്നാണ്. കാര്യം, തള്ളിക്കളയുക, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ ദാവീദ് പ്രാർത്ഥിക്കുന്നതാണ്. കാര്യം, അത് വാഗ്ദാന പ്രകാരമാണ് ആ പ്രാർത്ഥന പോണത്. അതായത് ദാവീദ് എന്നിട്ട് ദൈവത്തോട് പറയും, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ പരിപാവന എന്ന് എടുത്ത് കളയരുത്. അങ്ങനെ ഈ ഒരു സമയത്ത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ദാവീദ് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. പരിശുദ്ധാത്മാ വാഗ്ദാനത്തെക്കുറിച്ച് അനുസ്മരിപ്പിക്കുക. ആ വാഗ്ദാനം കിടക്കുന്നത് എവിടെയാണ്? 1 സാമുവേൽ 12:22 തന്റെ ഉത്കൃഷ്ട നാമത്തെ ഫോർ ഹിസ് ഗ്രേറ്റ് നെയിം സേക്ക്, തന്റെ ഉത്കൃഷ്ട നാമത്തെ പ്രതി കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. ഫോർ ദ ലോർഡ് വിൽ നോട്ട് forsake his people, കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. അപ്പൊ നമ്മളെ ദൈവം ഇപ്പം നമ്മൾ പാപികളാണെങ്കിലും ദൈവം നമ്മളെ പരിത്യജിക്കാതിരിക്കുന്നത് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൻ്റെ പ്രതിയാണ്. ഈ ഒരു പ്രൊവിഷനിലാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. എന്ത് പ്രാർത്ഥിക്കുന്നത്?
സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നത്. എന്താണ്? അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിപാവന എന്നിൽ നിന്ന് എടുത്ത് കളയരുതേ. പക്ഷെ ദൈവം ആ പ്രാർത്ഥന കേൾക്കും. കർത്താവിൻ്റെ തിരുസന്നിധിനെ ദാവീദിനെ നിലനിർത്തും. ഈ നിലനിർത്താൻ സഹായിക്കുന്നത് ദാവീദിൻ്റെ അനുതാപം തന്നെയാണ്, പിന്നെ ദൈവസ്നേഹവും. കഴിഞ്ഞ കാലങ്ങളിലെ വന്നുപോയ ഡാമേജുകൾ റിപ്പയർ ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നത് ആ വിഷയം അതുപോലെ ആരുടെയും മേൽ കെട്ടിവെക്കാതെ സ്വയമായി ഏറ്റെടുത്തുകൊണ്ട് അതിന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുതാപപ്പെടുന്നതും പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നതും നല്ല റെക്ടിഫിക്കേഷൻ നമുക്ക് കിട്ടണം. കർത്താവിൻ്റെ തിരുസന്നിധി വ്യാപരിക്കാൻ, നിലനിൽക്കാൻ നമുക്ക് ന്യായം കിട്ടും. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഭൂതകാലത്തെ നമ്മൾ കാണേണ്ടത്. ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ എന്നെ സാക്ഷിയാക്കി തീർത്തതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ടാൻസൺ ലൂയിസ്. ഇത് എൻ്റെ അനുജൻ്റെ മകൻ റിച്ചാർഡ് കെവിൻ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഡിസംബർ മാസത്തിലാണ്. അതിനു മുമ്പ് ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ്. പിന്നീട് ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപാസന പത്രം ലഭിച്ചത്, ആ പ്രവർത്തനത്തിൻ്റെ പത്രം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ ആലയത്തിൽ വരാൻ സാധിച്ചത്. ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ അനുജൻ്റെ മകന് കിട്ടിയ അനുഗ്രഹത്തിനാണ്. അമ്മയുടെ പ്രത്യേക അനുഗ്രഹം ലഭിച്ചതിന്. അനിയൻ്റെ മകൻ 2019 അവസാനത്തോടുകൂടി MBA കഴിഞ്ഞ് ഇവിടെ ഡിഗ്രിയും കഴിഞ്ഞ് എല്ലാതിന് ശേഷം അവൻ കാനഡയിലേക്ക് പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് പോയി. അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ നല്ല രീതിയിൽ പൂർത്തിയാക്കി. അതിനുശേഷം PR ജോലിയും ലഭിച്ചു. PR ലഭിക്കാൻ വേണ്ടിയിട്ട് വളരെ നാൾ കഷ്ടപ്പെട്ട് കാത്തിരുന്നു. യാതൊന്നും ലഭിക്കുന്ന PRൻ്റെ യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ല. ഈ വിവരം ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ 9ാമത്തെ പുതുക്കലിൻ്റെ സമയത്താണ് ഞാനത് നിയോഗമായിട്ട് വെച്ചത്. ആ നിയോഗത്തിൽ വെച്ച് അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്, അപ്പോൾ ഇതിനു മുമ്പ് അവന് നാട്ടിൽ വരാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു വിഷമവും ആ മകനുണ്ടായിരുന്നു. 2024 ഞാനിത് വെച്ചതിന് ശേഷം 25 വെച്ചതിന് ശേഷം എനിക്ക് ഈ 2026 ആദ്യമേ തന്നെ അവന് PR ലഭിക്കുകയും നാട്ടിൽ വരാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഇടപെടലും സമചുരുക്കം കൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. 3.5 വർഷം കാത്തിരുന്നിട്ടും ലഭിക്കാതിരുന്ന ഈ അനുഗ്രഹത്തോർത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എൻ്റെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് ഒരു 50 മീറ്റർ അകത്താണ് എൻ്റെ വീടിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ സൈഡിലുള്ള വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വീതിയുള്ള വഴിയുമാണ്. അവിടെ ഒരു തേക്ക് മരം ഉണ്ടായിരുന്നു. 2024 കാറ്റും മഴയത്തും, ജൂൺ മാസത്തിലുള്ള ഭയങ്കര കാറ്റും മഴയത്തും ഈ തേക്ക് മരം കടപുഴുകിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് ചെമ്മണ്ണ് പുറത്ത് വന്ന്. അപ്പോൾ അയൽവാസികളെല്ലാം ഓടി വന്നിട്ട് പറഞ്ഞു, ചേട്ടാ എങ്ങനെയും വെട്ടി മാറ്റണമെന്ന് പറഞ്ഞു. നല്ല മഴയുണ്ട്. ഞാൻ ആൾക്കാരെ അന്വേഷിച്ചിട്ട് ആരെയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവസാനം ഒരു 4 മണിയായപ്പോൾ വെട്ടുകാർ വന്ന് വെട്ടി ഇട്ട് അവർ ഒരു കണ്ടീഷൻ വെച്ച് അവർ കൊണ്ടുപോയിക്കോളാം, ആ കാശുകാരൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തരാം, അവരുടെ കൂലിയെല്ലാം അടക്കാം. പക്ഷേ വെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ മരത്തിൻ്റെ അടിയിൽ ഒരു കേട് കണ്ടപ്പോൾ അവരത് ഉപേക്ഷിച്ച് അവർ പറഞ്ഞ് കാശ് തന്നാൽ മതി, ഞങ്ങളുടെ പണിക്കാശ് തന്നാൽ മതി എന്ന് പറഞ്ഞ് അവർ വിട്ടേച്ച് പോയി. അവരാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. 1 വർഷത്തോളം ഞാൻ ആ മരം അപ്പോൾ വെട്ടിയിട്ട് ഉടനെ കൊണ്ടുപോകുന്നുള്ള കണ്ടീഷനിലാണ് ആ മരം വെട്ടിയിട്ടത്. അപ്പോൾ ഈ വലിയ സൗകര്യമായിട്ടൊന്നും വെച്ചില്ല, അവിടെ തന്നെ നിരത്തി അങ്ങ് ഇട്ടുകൊണ്ടാണ് അവർ പോയത്. അപ്പോൾ എൻ്റെ വീട്ടിലോട്ട് വരുന്ന വണ്ടികൾക്ക് കയറാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളായി കഴിഞ്ഞപ്പോൾ ഞാനത് അവസാനം ഈ മോന് വേണ്ടി വെച്ച ആ സമയത്ത് തന്നെ 2009 സാക്ഷ്യത്തിൽ നിയോഗത്തിൽ ഞാനത് നിയോഗമായിട്ട് വെച്ച് അത് സമയച്ചൊരുക്കുക. അപ്പോൾ അതിലൊരു ഇതും വെച്ച് 2025 ജപമാല റാലിക്ക് മുമ്പായിട്ട് അത് വിറ്റു പോകണം. ആ ജപമാല റാലിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കോൺട്രിബ്യൂഷൻ ഞാനും തരുമെന്നും പറഞ്ഞിട്ട് അമ്മയോട് പ്രത്യേകം ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ആഗസ്റ്റ് മാസത്തിൽ തന്നെ അത് വിറ്റു പോകുകയും ഞാനിവിടെ വന്ന് അതിൻ്റേതായ എൻ്റെ കോൺട്രിബ്യൂഷൻ ചെയ്യുകയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അത് സാധിച്ചു തരികയും ചെയ്തു. ഇത് രണ്ടാമത്തേത്. മൂന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 ജപമാല റാലിക്ക് എൻ്റെ 2 മുട്ടുകാലും തേയ്മാനമാണ്. 10-15 വർഷമായിട്ട് ഞാൻ വേദന അനുഭവിച്ചിട്ടുണ്ട്. പല ഡോക്ടർമാരുടെ അടുത്ത് മരുന്ന്, ആയുർവേദം, ഹോമിയോ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരുടെ അവസാനത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ളതാണ്. വലത്തേക്കാലം എന്തായാലും ഓപ്പറേഷൻ ചെയ്യണം, ഇടത്തേക്കാലം പിന്നീട് ചെയ്താലും മതി, വലത്തേക്കാലം ഉടനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ 2025 ജപമാല റാലിയിൽ ഇവിടെ വന്ന് റാലിയിൽ പങ്കെടുത്ത് വെളുപ്പിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പുകളായിട്ട് പോകുന്ന സമയം ഞാൻ തലേന്ന് ഇവിടെ വന്ന് താമസിച്ച് ഗ്രൂപ്പുകളായിട്ട് വന്ന വെളുപ്പാങ്കാലത്ത് തന്നെ ആ ഗ്രൂപ്പിൻ്റെ കൂടെ ഞാൻ ഒറ്റക്കാണ് വന്നതെങ്കിലും ഒരു ഗ്രൂപ്പുകളുടെ കൂടെ ഞാൻ അങ്ങ് പോയി.
പോയി അർത്തിങ്കൽ കടപ്പുറം എത്തുന്നതിന് മുമ്പ് ഞാൻ ആകെ കുഴഞ്ഞു പോയി. എനിക്ക് ഒട്ടും നടക്കാൻ പറ്റണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഞാൻ തിരിച്ച് ഒരു വണ്ടി കിട്ടി. ആ വണ്ടിയിൽ ഞാൻ അർത്തിങ്കൽ പള്ളിയിൽ വന്ന് അമ്മയുടെ അവിടുത്തെ കുർബാനയും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് കുർബാന കൂടി. അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി. അത് എൻ്റെ രോഗം സുഖപ്പെടുന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു ഞാൻ. പിന്നെ ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ ഈ 1-ാം തീയതി 2-ാം തീയതി വന്ന് പത്രം വാങ്ങിച്ച് അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസം കൊണ്ട് ഈ പത്രം എല്ലാവരും കൊടുത്തിരിക്കും, എല്ലാ വീടുകളിലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പത്രം കാത്ത് കുറേ അമ്മമാർ കാത്തിരിപ്പുണ്ടാവും. അവർക്ക് ഈ പത്രം കിട്ടിയില്ലെങ്കിൽ അവർ വിളിച്ചു ചോദിക്കും, എന്താ പത്രം കൊണ്ടുവരാത്തെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്തെങ്കിലും അസൗകര്യമായിരിക്കും, അസുഖമില്ലെങ്കിൽ അല്ലെങ്കിൽ. പക്ഷേ ആ പത്രങ്ങൾ അന്ന് തന്നെ കൊടുത്ത് തീർക്കും. അവർക്ക് വലിയ സന്തോഷമാണ്. കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നേർച്ച വസ്തുക്കൾ എന്തെങ്കിലും അവർ പറയും, അതെല്ലാം അവർക്ക് ഓരോരുത്തർക്ക് കൊണ്ടുവന്ന് കൊടുത്ത് അവർ സന്തോഷം. കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് ഞാൻ സ്ഥിരമായിട്ട് എല്ലാ മാസവും ഒരു സംഖ്യ കൊടുക്കുന്നുണ്ട്. അതുപോലെ പരിചയത്തിൽ ആരെങ്കിലും കണ്ട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ചോദിക്കണം, അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ പണിക്കോ എന്തെങ്കിലും എന്ന് വെച്ചാൽ അത് ഞാൻ കൊടുക്കാറുണ്ട്. അതിനാരോടും പ്രത്യേകിച്ച് ചോദിക്കാറില്ല, ഞാൻ തന്നെ കൊടുക്കുന്നു. പിന്നീട് ജനറൽ ആശുപത്രിയിൽ പോയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ OP പേഷ്യൻറ്റുമാർ, കാരണം മറ്റുള്ളവർക്ക് അവിടെ ഭക്ഷണം കിട്ടും, ഇൻ പേഷ്യൻറ്റിന് അവിടെ ഭക്ഷണം ഇഷ്ടം പോലെ കിട്ടും. ഈ OP ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ക്യാൻറ്റീൻ്റെ അവിടെ പോയി നിന്ന് ചോദിക്കുമ്പോൾ അവർ ചോദിക്കും, അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാറുണ്ട്. ഇതെല്ലാമാണ് എൻ്റെ പ്രവൃത്തികൾ. എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ വെളുപ്പിന് എഴുന്നേൽക്കും. അതിനുശേഷം ആദ്യമേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. അതിനുശേഷം അച്ഛൻ്റെ ടോക്ക്, ഡെയിലി ബ്രെഡ് ടോക്ക് കേട്ടതിന് ശേഷമാണ് ദിവസവും പള്ളിയിൽ പോകുന്നത്. ഈ ഡെയിലി ബ്രെഡ് ഞാൻ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്യും. ഇതിനുശേഷം ഇത് പള്ളിയിൽ പോകും, കുർബാന കഴിഞ്ഞതിന് ശേഷം തിരികെ വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതെല്ലാമാണ് എൻ്റെ പ്രവൃത്തികൾ. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിട്ടില്ല. അങ്ങയുടെ വിശ്വസ്തതയെ രക്ഷയും പറ്റി ഞാൻ സംസാരിച്ചു. സങ്കീർത്തനം 40:10 ഉടമ്പടി ദൈവത്തെ കണ്ടെത്താൻ നമ്മെ ഇടയാക്കുന്ന ഒരു ജീവിത നടപടിയാണ്. ഉടമ്പടിയിൽ ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളും രക്ഷയും മറച്ചു വയ്ക്കാതെ തുറന്നു പറയുന്നതാണ് ഒരു യഥാർത്ഥ സാക്ഷ്യം. ദൈവത്തിൻ്റെ നീതിയും കരുണയും നമ്മുടെ ഉള്ളിൽ മാത്രം അടച്ചു വയ്ക്കാനുള്ളതല്ല, അത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായി ലോകത്തോട് പങ്കിടേണ്ടതിനാണ്. ദൈവാനുഭവം ലഭിച്ചാൽ അത് പ്രഖ്യാപിക്കേണ്ടത് ഒരു ഉടമ്പടി ദൗത്യമാണ്. പരിശുദ്ധ അമ്മയും ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46-ാം വചനം പറയുന്നത്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തും എന്നാണ്. അമ്മ ദൈവത്തിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുകയാണ് ലോകത്തോട്. ആ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നാം ഓരോരുത്തരും കണ്ണുനീരോടെ വരുമ്പോൾ, നമ്മൾ ഓരോ പ്രാർത്ഥനകൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോഴും, രോഗശാന്തിക്കായിട്ടും ഭവനത്തിനായിട്ടും PR ലഭിക്കാനായിട്ടുമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, ഈ പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. കാനായിൽ വെച്ച് ഇതുപോലെ തന്നെയാണ് ഇന്ന് പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോ കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും നടത്തി തരുന്നത്. ആ അമ്മയുടെ സന്നിധിയിൽ വന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനായിട്ടാണ് നമ്മൾ ഓരോ സാക്ഷ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് മറ്റുള്ളവരോട് പങ്കുചെയ്യുന്നത്. ടാൻസൺ ലൂയിസ് നമ്മളോട് ഷെയർ ചെയ്തതും അതുതന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയും ഇടപെടുന്ന ഓരോ കാര്യങ്ങളാണ് സാക്ഷ്യമായിട്ട് പറയുന്നത്. ദൈവം ചെയ്ത നന്മകൾ ഹൃദയത്തിൽ ഒളിപ്പിക്കാതെ അത് മറ്റുള്ളവർക്ക് സാക്ഷ്യമായി പങ്കിടാനായിട്ടാണ് ഈശോയും അമ്മയും നമ്മയും വിളിക്കുന്നത്. നമ്മുടെ ജീവിതവും ഒരു ജീവിത സാക്ഷ്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ടാൻസൺ ലൂയിസിനും റിച്ചാർഡിനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. സ്വത്രം യേശുവേ നന്ദി. ഞാൻ കോട്ടയം പാമ്പാടിയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ജലജ. എൻ്റെ ഭർത്താവിൻ്റെ ഒരു ഷാജി. എൻ്റെ കണ്ണിന് 5 വർഷമായിട്ട് എൻ്റെ കണ്ണ് ചുമങ്ങുന്ന ഒരു രോഗമുണ്ടായിരുന്നു. അത് ഹോമിയോ മരുന്ന് ചെയ്തു, ഇംഗ്ലീഷ് മരുന്ന് ചെയ്തിട്ടൊന്നും മാറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ 2 മാസം കൊണ്ട് വിശ്വാസ പ്രണാമം ചൊല്ലി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. കണ്ണ് നല്ലപോലെ ചുമന്നു. ഒരു കണ്ണ് നല്ലപോലെ ചുമന്നിട്ട് വിശ്വാസ പ്രണാമം ചൊല്ലി പ്രാർത്ഥിച്ചു. കയ്യിൽ നിന്ന് തൈലം പുരട്ടി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കണ്ണിൻ്റെ ചുമപ്പ് മാറി. പിന്നെ എൻ്റെ കണ്ണ് ഇന്നുവരെയും ചുമന്നിട്ടേ ഇല്ല. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം,
എൻ്റെ യൂട്രസിൽ മുഴയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പോയില്ല. അത് കഴിഞ്ഞ് 3 മാസം ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് അച്ഛനെ ഇവിടെ കണ്ട് വന്ന് സൈത്ത് പൂശി പ്രാർത്ഥിച്ചു, തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പോയില്ല. അത് കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണ്ട, 3 മാസം കഴിയുമ്പോൾ സ്കാൻ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ചെന്ന് ഡോക്ടർ പറഞ്ഞു ക്യാൻസറിന് ടെസ്റ്റിന് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അത് ചെയ്തു. അത് കഴിഞ്ഞ് 8ാം പക്കം ചെന്ന് കഴിഞ്ഞപ്പോൾ ക്യാൻസർ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ 3ാമത്തെ സാക്ഷ്യം, എൻ്റെ കാലിൽ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചോറ് പോയിട്ട് തിരിച്ച് കൊടുത്തിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൽ ബാത്റൂമിലോട്ട് പോയപ്പോഴത്തേനും പാമ്പ് എൻ്റെ കാലെ ചവിട്ടി കഴിഞ്ഞപ്പോഴത്തേനും പാമ്പ് എൻ്റെ കാലെ കയറി ചുറ്റി 3 ചുറ്റി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കാല് കുടഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കാലിൽ നിന്ന് താഴെ വീണു. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത കാലെ കയറി പാമ്പ് ചുറ്റി കഴിഞ്ഞ് പാമ്പ് കടിച്ചോന്ന് ഞാൻ അറിഞ്ഞു. അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പാമ്പ് കാലെ കടിച്ചായിരുന്നു. 3 പല്ല് കാലെ പാടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാമ്പാടി ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജ് പോയില്ല. ഞങ്ങൾ കാരിത്താസിൽ ചെന്ന് 3 ദിവസം അവിടെ അഡ്മിറ്റായിട്ട് കിടന്നു. എൻ്റെ അമ്മയുടെ കൃപ കൊണ്ട് എനിക്ക് ബലമൊന്നും കയറിയില്ലായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രസമായിട്ട് ഞാൻ പത്രം വിതറിച്ച് ഓട്ടോ സ്റ്റാൻഡിലും കടകളിലും വിതരണം ചെയ്യുന്നു. പിന്നെ മാനസികരോഗികളുള്ളവർക്ക് ചെന്ന് അവർക്ക് പൈസ കൊടുക്കും. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ആത്മീയ ജീവിതത്തിൽ ഞാൻ രാവിലെ 5:30 മണിക്ക് പ്രാർത്ഥിക്കും. ബൈബിൾ 1/2 മണിക്കൂർ വായിക്കും. പിന്നെ ഞാനൊരു കൊന്തയും ചൊല്ലും. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിർത്തുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. കൃപാസനം ഉടമ്പടിയിൽ നാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണെന്നാണ് നാം തിരിച്ചറിയേണ്ടത്. നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്, ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയാണ്. ദൈവം എന്നെ തിരഞ്ഞെടുത്തു, അതുകൊണ്ട് എൻ്റെ ജീവിതം ഫലപ്രദമാകണം, എൻ്റെ ജീവിതം ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഫലം കായ്ക്കണം, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം എന്നാണ് ഉടമ്പടിയിൽ ഈശോയും അമ്മയും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കൃപാസനം ഉടമ്പടിയിൽ ഒരു തിരഞ്ഞെടുപ്പും ഒരു സമർപ്പണവുമാണ്. ഫലം കായ്ക്കുന്ന ആത്മീയതയിലേക്കാണ് ഉടമ്പടി മക്കളെ ദൈവം വിളിക്കുന്നത്. പ്രാർത്ഥനയിൽ സ്ഥിരതയും കുടുംബത്തിലെ സന്തോഷവും സമാധാനവും ജീവിതത്തിലെ സംരക്ഷണവുമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം ഓരോ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജലജ ഷാജി എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ 5 വർഷമുണ്ടായിരുന്ന കണ്ണിൻ്റെ ചുവപ്പ് നിറം പല ഇംഗ്ലീഷ് മരുന്നുകളും ഹോമിയോ മരുന്നുകളും ഉപയോഗിച്ചു. ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു അലർജിയാണെന്നാണ്. മരുന്നുകൾ ഉപയോഗിച്ചതിന് ഫലമൊന്നും ഉണ്ടാകാത്തതിനാൽ ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി ഈ മകൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് 5 വർഷമുണ്ടായിരുന്ന ആ കണ്ണിൻ്റെ അസുഖം സൗഖ്യപ്പെട്ടത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. ആ അമ്മയോടാണ് ഈ മക്കൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ഉപയോഗിച്ചപ്പോഴാണ് ഈ മകൾക്ക് രോഗസൗഖ്യം ലഭിച്ചത്. തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി മക്കളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അങ്ങനെയാണ് ഈ മകൾക്ക് പൂർണ്ണ രോഗസൗഖ്യം ലഭിച്ചത്. പിന്നീടുണ്ടായിരുന്ന യൂട്രസിനകത്തുള്ള ഒരു മുഴയായിരുന്നു. ആ മുഴ സർജറി ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 2 ദിവസത്തിനകം ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തത്. ഈ മക്കൾ വീണ്ടും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി സൈത്ത് തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ യൂട്രസിൻ്റെ മുഴ സർജറി ഇല്ലാതെ തന്നെ ഒരു കുഴപ്പവുമില്ല, അവിടെയും രോഗസൗഖ്യമാണ് ഈ മകൾക്ക് ലഭിച്ചത്. ഈശോയും അമ്മയും തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തതെന്ന് ഈശോ പറഞ്ഞപ്പോൾ ഉടമ്പടി മക്കളുടെ കാര്യമാണ്. നമ്മൾ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായ മക്കളാണ്. ആ മക്കളുടെ ഓരോ കാര്യവും പരിശുദ്ധ അമ്മയാണ് ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നത്.
അമ്മയുടെ മധ്യസ്ഥത വഴിയാണ് ഈ മക്കൾക്ക് ഈ രോഗസൗഖ്യം ലഭിച്ചത്. പിന്നീട് ഈ മകൾ പറഞ്ഞത്, ഒരു ദിവസം ഉച്ചയ്ക്ക് മെഡിക്കൽ കോളേജിൽ ചോറും പൊതി കൊടുക്കാൻ പോയതിന് ശേഷം വീട്ടിൽ തിരികെ വന്നപ്പോൾ ഒരു പാമ്പിൻ്റെ മുകളിൽ കയറി ചവിട്ടുകയായിരുന്നു. ആ പാമ്പാണ് ഈ മകളുടെ കാലയിൽ ചുറ്റിയത്. ചാടിയപ്പോൾ പാമ്പ് താഴെ വീണു, പക്ഷേ മറ്റേ കാലിലാണ് ചുറ്റിയത്. അങ്ങനെ ആ മകൾക്ക് പാമ്പിൻ്റെ കടിയേറ്റു. ഹോസ്പിറ്റലിൽ ചെന്ന്, ആദ്യം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നു, പിന്നീട് വേറൊരു ഹോസ്പിറ്റലിലേക്ക് അയച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പാമ്പിൻ്റെ വെനം ഈ മകൾ കയറിയിട്ടില്ല എന്നറിഞ്ഞത്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വചനം പറയുന്നത് പോലെ, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശത്രുക്കളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല എന്നാണ്. ഈ മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടി എടുത്ത മക്കളാണ്. പൊതിച്ചോറ് കൊടുത്ത് തിരിച്ചു വന്ന വഴിക്കാണ് പാമ്പ് കടിച്ചത്. നമ്മളെ ഒന്നും ഉപദ്രവിക്കുകയില്ല. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാനുള്ള അധികാരമാണ് ഉടമ്പടി മക്കൾക്കുള്ളത്. അതുകൊണ്ട് നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മെ തിരഞ്ഞെടുത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് നമ്മെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ഭയപ്പെടാതെ നമ്മൾക്കും ഈശോയിലും അമ്മയിലും നമ്മുടെ എല്ലാ ആശ്രയം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. നമ്മളെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളായതുകൊണ്ട് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഹൃദയം ശുദ്ധമാക്കി സ്നേഹത്തിലും ക്ഷമയിലും വിശ്വാസത്തിലും ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാൻ ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ല ഫലങ്ങൾ കായ്ക്കാൻ നമ്മെ ശക്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ജലജയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.